നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾക്കൊപ്പം ലൈംഗിക അതിക്രമണ ആരോപണങ്ങളും കൂടെ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളോടുള്ള പെരുമാറ്റ ദൂഷ്യത്തിന്റെ പേരിലോ സ്ത്രീ ബന്ധങ്ങളുടെ പേരിലുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലോ രാജിവെക്കേണ്ടി വന്നത് 5 മന്ത്രിമാർക്കാണ്. PT ചാക്കോ, A നീലലോഹിതദാസൻ നാടാർ, PK കുഞ്ഞാലിക്കുട്ടി, KB ഗണേഷ് കുമാർ, AK ശശീന്ദ്രൻ എന്നിവരാണ് അവർ. ഇതിൽ ചാക്കോ ഒഴിച്ചുള്ളവരൊക്കെയും തിരിച്ചു വന്നതാണ് രാഷ്ട്രീയ കേരള ചരിത്രം. PT ചാക്കോയ്ക്കെതിരായ വിവാദം കേരള രാഷ്ട്രീയത്തിലെ ചരിത്രം തന്നെ തിരുത്തി എഴുതിയതായിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗം, ഐക്യ കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്, സംസ്ഥാന ആഭ്യന്തര മന്ത്രി, AICC അംഗം, ലോകസഭാംഗം തുടങ്ങിയ പദവികൾ വഹിച്ച PT ചാക്കോ രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ട ലൈംഗിക അപവാദ കേസിന്റെ ആദ്യത്തെ ഇരയാണ്. ചാക്കോ യാത്ര ചെയ്തിരുന്ന കാറിന് അപകടം സംഭവിച്ചപ്പോൾ അതിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നതായിരുന്നു ആരോപണം. കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽപ്പെട്ടും പ്രതിപക്ഷത്തിന്റെ കത്തിക്കലിനെ തുടർന്നും ഇത് വലിയ സംഭവമായി. കൂടെ നിന്നവർ തന്നെ ചാക്കോയെ തിരിഞ്ഞുകുത്തി. 1962 പട്ടം താണുപിള്ളയുടെ മന്ത്രിസഭയിലും തുടർന്നു വന്ന R ശങ്കർ മന്ത്രിസഭയിലും മന്ത്രിയായിരുന്ന ചാക്കോയ്ക്ക് ഈ ആരോപണത്തിൽ പിടിച്ചു നിൽക്കാനായില്ല. 1964 ഫെബ്രുവരി 20 അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ഇന്നായിരുന്നെങ്കിൽ ഇത്രയും നിസ്സാരമായൊരു സംഭവത്തിന് ഒരു മന്ത്രിയുടെ രാജിയൊന്നും ഉണ്ടാകുമായിരുന്നില്ല. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിന്റെ വഴിത്തിരിവായിരുന്നു അത്. മന്ത്രിസ്ഥാനം രാജിവെച്ച അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനവും അഭിഭാഷക വൃത്തിയുമായി മുന്നോട്ടു പോയി. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച അദ്ദേഹം തോറ്റു. അധികം വൈകാതെ ഓഗസ്റ്റിൽ അദ്ദേഹം നിര്യാതനായി. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് കോൺഗ്രസിനുള്ളിൽ ഉരുൾപൊട്ടി. കേരളത്തിൽ പുതിയ പാർട്ടി രൂപം കൊണ്ടു. കേരള കോൺഗ്രസ് എന്ന പാർട്ടിയുടെ രൂപീകരണം കേരളത്തിൽ വേറൊരു രാഷ്ട്രീയം തന്നെ ആരംഭിച്ചു. പിന്നീട് സ്ത്രീ പീഡനങ്ങളുമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്നത് 1995 സൂര്യനെല്ലി കേസാണ് അന്ന് ഉയർന്നു വന്നത്. അതിൽ നിരവധി രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ടു. ആ കേസിൽ PJ കുര്യനെതിരായ ആരോപണവും ഉയർന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ 40 ദിവസത്തിനകം 37 പേർ ചേർന്ന് 67 തവണ പീഡിപ്പിക്കുക, അവയിൽ 50ഓളം പ്രാവശ്യം കൂട്ടബലാത്സംഗം, 3090 കിലോമീറ്റർ ദൂരം പെൺകുട്ടിയുമായി സഞ്ചരിച്ചാണ് വിവിധ ഹോട്ടലുകളിലും ഗസ്റ്റ് ഹൌസിലും മുറിയെടുത്ത് ഉന്നതർക്ക് കുട്ടിയെ കൂട്ടിക്കൊടുത്തത്. പീഡനങ്ങളെക്കുറിച്ചുള്ള സൂര്യനെല്ലി പെൺകുട്ടിയുടെ മൊഴി 590 പേജായിരുന്നു ഉണ്ടായിരുന്നത്. വിവാദത്തിന്റെ ആദ്യകാലത്ത് കുര്യൻ ചിത്രത്തിലുണ്ടായിരുന്നില്ല. എന്നാൽ പീഡകരിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് വീട്ടിൽ തിരിച്ചെത്തിയ കുട്ടി കേരള ശബ്ദ മാസികയിൽ വന്ന ഒരു ചിത്രം കണ്ട് ബാജി എന്ന് അലറി വിളിക്കുകയായിരുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. അത് PJ കുര്യന്റെ ചിത്രമായിരുന്നു. അങ്ങനെ കുര്യന്റെ പേരും കേസിലേക്ക് വന്നു. അന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയായതിനാൽ ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി. രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചിട്ടും കുര്യൻ ഉപദ്രവിക്കുകയായിരുന്നുവെന്നും പെൺകുട്ടി പറഞ്ഞിരുന്നു. ശാരീരിക പ്രത്യേകതകളും ശരീരത്തിലെ മറുകടക്കമുള്ള അടയാളങ്ങളും പെൺകുട്ടി മൊഴിയിൽ നൽകി. PJ കുര്യനെതിരെ പെൺകുട്ടിയുടെ മാതാവ് അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കും ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കും അഹമ്മദ് പട്ടേലിനുമൊക്കെ കത്തയച്ചിരുന്നു. പക്ഷേ ഒരു കാര്യവും ഉണ്ടായില്ല. തെളിവുകളുടെ അഭാവത്തിൽ കുര്യനെ കോടതി കുറ്റവിമുക്തനാക്കി. സൂര്യനെല്ലി കേസ് വിവാദം കത്തി നിൽക്കുമ്പോഴാണ് കോഴിക്കോട് ഐസ്ക്രീം പെൺവാണിഭ കേസ് ഉയർന്നു വരുന്നത്. ഈ കേസിൽ പെടുന്നത് PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. 3 തവണ ഈ കേസ് പൊന്തി വന്നു. ആദ്യ തവണ കേസ് വന്നതുപോലെ അവസാനിച്ചു. ആന്റണി മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുമ്പോഴാണ് ആരോപണത്തിന് അടിസ്ഥാനമായ സംഭവമുണ്ടായത്. ആരോപണം ഉയർന്നത് 1996 മുഖ്യമന്ത്രിയായി നായനാർ ഭരിക്കുമ്പോഴാണ്. എന്നാൽ കേസിൽ ഒന്നും സംഭവിച്ചില്ല. രണ്ടാമത്തെ തവണ ഈ കേസിലെ പീഡനത്തിനിരയായ സ്ത്രീ നേരിട്ട് ചാനലുകളിൽ വന്ന് കുഞ്ഞാലിക്കുട്ടി പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ചു. ഇത് സംഭവിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി മന്ത്രിയാണ്. പിന്നീട് ആരോപണങ്ങൾ പിൻവലിച്ചു. അന്ന് നടന്ന പ്രക്ഷോഭങ്ങളുടെ ഒടുവിൽ കുഞ്ഞാലിക്കുട്ടിക്ക് അന്നത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി KT ജലീലിനോട് തോൽക്കുകയും ചെയ്തു. വീണ്ടും കുഞ്ഞാലിക്കുട്ടിക്കെതിരായ കേസ് അട്ടിമറിച്ചതാണെന്ന് അദ്ദേഹത്തിന്റെ ബന്ധുവായ റൌഫിന്റെയും അഭിഭാഷകരും വെളിപ്പെടുത്തുന്ന ഒളിക്യാമറ വാർത്ത വന്നു. ഇത് സംഭവിക്കുന്നത് VS അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ അവസാന കാലത്താണ്. എന്നാൽ ആ വിവാദവും കെട്ടടങ്ങി. 1996 EK നായനാർ മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്ന A നീലലോഹിതദാസൻ നാടാർക്ക് മന്ത്രിസ്ഥാനം നഷ്ടമായതും ലൈംഗിക അപവാദ കേസിൽ തന്നെ. IAS ഉദ്യോഗസ്ഥയായ നളിനി നെറ്റോയുടെ പരാതിയിലാണ് നീലന്റെ മന്ത്രിസ്ഥാനം തെറിച്ചത്. ഔദ്യോഗിക കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നിയമസഭാ സമുച്ചയത്തിലെ തന്റെ മുറിയിലേക്ക് വിളിപ്പിച്ച ശേഷം അന്ന് ഗതാഗത സെക്രട്ടറിയായിരുന്ന നളിനി നെറ്റോയുടെ കൈക്ക് കയറി പിടിച്ച് ലൈംഗികമായി അപമാനിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു കേസ്. തനിക്ക് നേരിടേണ്ടി വന്ന അപമാനത്തെക്കുറിച്ചുള്ള നെറ്റോയുടെ പരാതി
ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തന്നെ തുടക്കമിട്ടു. പക്ഷേ അധികം വിവാദത്തിന് നിൽക്കാതെ നീലൻ രാജിവെച്ചു. നീലനെതിരെ ആ സമയത്ത് തന്നെ IFS ഉദ്യോഗസ്ഥയായ പ്രകൃതി ശ്രീവാസ്തവയും പരാതി നൽകിയിരുന്നു. 2004 കോഴിക്കോട് മജിസ്റ്റീരിയൽ കോടതിയിൽ നിന്ന് നീലനെതിരെ വിധിയുണ്ടായി. എന്നാൽ പിന്നീട് 2008 ഫാസ്റ്റ് ട്രാക്ക് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. കേരളത്തിൽ രാഷ്ട്രീയക്കാർ ഉൾപ്പെടുന്ന ഒരു ലൈംഗിക അതിക്രമത്തിനും ഇതുവരെ കോടതി ശിക്ഷ കിട്ടിയിട്ടില്ല. 2006 VS അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ തുടക്കത്തിലാണ് വിമാനത്തിൽ വെച്ച് മന്ത്രി PJ ജോസഫ് സഹയാത്രികയോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണം ഉയർന്നത്. ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട കിങ്ഫിഷർ വിമാനത്തിലെ യാത്രക്കാരിയായിരുന്ന ഒരു സ്ത്രീക്ക് നേരെ പിറകിലത്തെ സീറ്റിലിരുന്ന PJ ജോസഫ് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് ആരോപണം. ആകാശപീഡനം എന്ന പേരിൽ മാധ്യമങ്ങൾ സംഭവം കൊഴുപ്പിച്ചു. പരാതിക്കാരി യുവതിയല്ല, അമ്മൂമ്മയാണെന്ന് മുഖ്യമന്ത്രി VS പറഞ്ഞത് വിവാദമായി. തനിക്ക് കൈ പൊങ്ങില്ലെന്ന് കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞ PJ ജോസഫ് കേരളീയ സമൂഹത്തിനു മുന്നിൽ അപഹാസ്യനാവുകയും ചെയ്തു. പ്രതിഷേധം ശക്തമായതോടെ PJ ജോസഫ് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു. ചെന്നൈ പോലീസാണ് സംഭവം അന്വേഷിച്ചത്. തെളിവില്ലാത്തതിനാൽ കോടതി പിന്നീട് ജോസഫിനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ജോസഫ് രാജിവെച്ചു. പിന്നീട് ഏറെക്കാലത്തിനു ശേഷം അദ്ദേഹം UDF-ൽ ചേരുകയും ചെയ്തു. ഇതിനിടയിൽ K മുരളീധരൻ KPCC പ്രസിഡന്റായിരുന്ന സമയത്ത് ഗുരുതര ആരോപണങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിച്ചിരുന്നു. KPCC ഓഫീസിലെ ചർച്ച കഴിയുമ്പോഴേക്കും ഓഫീസ് സെക്രട്ടറി ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് വെക്കുന്നത് അടക്കമുള്ള നാറിയ കഥകൾ. അതേ രാജ്മോഹനെ തന്നെ പിന്നെ DYFIക്കാർ സദാചാര ഗുണ്ടായുസം കാട്ടി ഒരു സ്ത്രീയോടൊപ്പം മഞ്ചേരിയിൽ നിന്ന് പിടികൂടുന്നതും പിന്നീട് കേരളം കണ്ടു. ജനതാദൾ S നേതാവും MLAയുമായിരുന്ന ജോസ് തെറ്റയിലിനെതിരെയും ലൈംഗിക ആരോപണം ഉന്നയിക്കപ്പെട്ടു. തെറ്റയിലിന്റെ ഒരു വീഡിയോ പുറത്തുവരികയായിരുന്നു. പിന്നീട് ആ സ്ത്രീ തന്നെ ഇതിൽ കോൺഗ്രസിലെ ചില നേതാക്കൾ കുടുക്കിയതാണെന്ന് ആരോപിച്ചു. ജോസ് തെറ്റയിലിനെതിരെ സ്ത്രീ നൽകിയ കേസും കോടതി തള്ളി. ഫേക്ക് കേസാണെന്ന് പൊതുസമൂഹത്തിന് കൃത്യമായി മനസ്സിലായ ഏക കേസും ഇതായിരുന്നു. അതിനുശേഷമാണ് AK ശശീന്ദ്രന്റെ ഊഴമെത്തുന്നത്. പിണറായി സർക്കാർ വന്നിട്ട് 10 മാസം പിന്നിടുമ്പോഴാണ് മന്ത്രിയും NCP നേതാവുമായ AK ശശീന്ദ്രനെതിരെ ലൈംഗിക അപവാദ ആരോപണം ഉയർന്നത്. അയ്യോ എന്റെ പൂച്ചക്കുട്ടി എവിടെ എന്ന് ചോദിച്ച അശ്ലീല ഭാഷണം നടത്തുന്ന ശശീന്ദ്രന്റെ വാക്കുകൾ കുറെ കാലം ട്രോളുമായിരുന്നു. പിന്നീട് ഈ കേസും ഇല്ലാതായി പോവുകയായിരുന്നു. ശശീന്ദ്രൻ വീണ്ടും മന്ത്രിയുമായി. പിന്നീട് എൽദോസ് കുന്നപ്പള്ളി എന്ന കോൺഗ്രസ് MLAക്കെതിരെ പീഡന ആരോപണം വന്നെങ്കിലും അതും കോടതിയിൽ നിലനിന്നില്ല. 2011 UDF സർക്കാരിന്റെ കാലത്ത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വളരെയേറെയായിരുന്നു. സോളാർ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് മാധ്യമങ്ങൾക്ക് ചാകരയായത്. മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം നഷ്ടമാകുന്നതിന് പിന്നിൽ ഭാര്യ നൽകിയ പരാതിയായിരുന്നു. ഭാര്യയോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചുള്ള പരാതിയാണ് അടിസ്ഥാന കാരണമായത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് വെളിപ്പെടുത്തലുകൾ കേരളത്തിലെ മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഉറക്കം കെടുത്തിയത്. ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, അബ്ദുള്ളക്കുട്ടി എന്നിവരുടെ പേരുകളെല്ലാം സ്മാർത്ത വിചാരം പോലെ പീഡന ലിസ്റ്റിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കേരളം നടുങ്ങിപ്പോയി. ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ജനകീയ നേതാവിന്റെ പ്രതിച്ഛായയ്ക്ക് ഏറ്റവും വലിയ കളങ്കമായിരുന്നു സോളാർ കേസ്. പിന്നീട് കേസ് ആവിയായപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും ഉമ്മൻചാണ്ടിയോട് വന്ന് മാപ്പ് ചോദിക്കുന്നതും നാം കണ്ടു. LDF കാലത്ത് അധികാരത്തിന്റെ ഇടനാഴിയിലെത്തിയത് സ്വപ്നയാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ IASുമായി അടുത്ത ബന്ധം പുലർത്തിയ സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളിലും കേരളം നടുങ്ങി. ശിവശങ്കർ ജയിലിലായി. അന്ന് സ്പീക്കറായിരുന്നു CPM നേതാവ് ശ്രീരാമകൃഷ്ണൻ മദ്യപിച്ച് അശ്ലീല മെസ്സേജുകൾ അയച്ചതും ധനമന്ത്രി തോമസ് ഐസക് മൂന്നാറിലേക്ക് ക്ഷണിച്ചതുമടക്കമുള്ള നിരവധി കഥകൾ നാം കേട്ടു. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ CPM നന്നായി ട്രോളി വിടുന്നുണ്ട് എങ്കിലും ലൈംഗിക അപവാദങ്ങൾ ആ പാർട്ടിയിലും ഏറെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ചരിത്രം. P ശശി എന്ന മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്കെതിരെയുണ്ടായ ലൈംഗിക അപവാദം നോക്കുക. ആദ്യം പുറത്താക്കപ്പെട്ട ശശി പിന്നീട് വീണ്ടും പാർട്ടിയിലെ ഉന്നതനായി. നായനാർ സർക്കാരിന്റെ കാലത്ത് ഐസ്ക്രീം പാർലർ കേസ് ഒത്തുതീർപ്പാക്കി എന്ന ആരോപണമുയർന്ന P ശശി വീണ്ടും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി. അതുപോലെ സഹപ്രവർത്തകയോട് മോശമായി പെരുമാറിയെന്ന ആരോപണമുയർന്ന PK ശശി MLAക്കെതിരെയും പാർട്ടി അന്വേഷണമാണ് ഉണ്ടായത്. മുൻപ് VB ചെറിയാൻ പറഞ്ഞതുപോലെ പാർട്ടി ഗർഭമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്നാണ് ലൈൻ. മന്ത്രിയായിരിക്കെ CPM നേതാവ് കടകംപള്ളി സുരേന്ദ്രനും ഫോൺ വിവാദത്തിൽപ്പെട്ടിരുന്നു. നേരത്തെ CPM വിഭാഗീയത കത്തിനിന്ന സമയത്ത് പാർട്ടി ഓഫീസിൽ ഒളിക്യാമറ വെച്ച് ഗോപി കോട്ടമുറിക്കൽ എന്ന നേതാവിന്റെ വിവാഹേതര ബന്ധങ്ങൾ കണ്ടെത്തിയതുപോലുള്ള മഹത്തായ സംഭവങ്ങളും CPMൽ നടന്നിരുന്നു. ഇതിനിടയിൽ നടന്ന കിളിരൂർ, കവിയൂർ, വിതുര കേസുകളിലും രാഷ്ട്രീയ ബന്ധങ്ങൾ ആരോപിക്കപ്പെട്ടെങ്കിലും നേതാക്കൾ ആരും തന്നെ കേസിൽ ഉൾപ്പെട്ടതായി ആരോപണങ്ങൾ ഉണ്ടായില്ല. നേതാക്കളുടെ ബന്ധുക്കളും മക്കളും VIP കളും ഉണ്ടെന്ന് ആരോപിക്കപ്പെട്ട പീഡന കേസുകളാണ് ഉണ്ടായത്.
ഏറ്റവും ഒടുവിലായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്ന് നടനും കൊല്ലം MLA-യുമായ മുകേഷിനെതിരെ പീഡന ആരോപണം വന്നപ്പോൾ MLA സ്ഥാനം രാജിവെക്കേണ്ട എന്നായിരുന്നു CPM എടുത്ത നിലപാട്. ഇതേ പാർട്ടി തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്കായും മുറവിളി കൂട്ടുന്നു എന്നുള്ളതും നാളത്തെ ചരിത്രം. കൂടുതൽ ചരിത്ര കഥകളും സംഭവങ്ങളുമായി വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.